ഏതായാലും കൊച്ചിയിൽ പഞ്ചാബിന് ആദ്യ മത്സരത്തിൽ 8 നില പൊട്ടിക്കണം അഥവാ അവരെ തിരികൊളുത്തി വിടണം എന്നൊക്കെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിചാരം. അതേതായാലും നടന്നിട്ടില്ല. അപ്പോൾ ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം അടുത്ത ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അവരെ കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്നുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ മാച്ച് ടോക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാം. നമ്മുടെ ചാനൽ 40K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് നിലവിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ മത്സരത്തിനെ അപേക്ഷിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഒരു ബോണസ് ആയിട്ട് ഒരു സംഭവം ഉണ്ട് ഈ ഒരു മത്സരത്തിൽ. അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇനി വരാൻ പോകുന്ന ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ കളിക്കുക തന്നെ ചെയ്യും. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റേറ നേരത്തെ തന്നെ അത് വെളിപ്പെടുത്തിയ കാര്യവുമാണ്. നമുക്കറിയാം, പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ലൂണ ഇല്ലാത്തതിന്റെ ആഭാവം മിഡ്ഫീൽഡിൽ നമ്മൾ നല്ലതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബിബിൻ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു മാറ്റം സംഭവിച്ചത്. ഏതായാലും അടുത്ത മത്സരത്തിൽ ലൂണ ഉണ്ടാവും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ബോണസ് പോയിന്റ് തന്നെയാണ്. ഇനി ഏതായാലും ഇരു ടീമുകളുടെയും ഒരു ഫോർമേഷനാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈസ്റ്റ് ബംഗാളിന് ആദ്യ ബംഗളൂരു എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അവർ 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സും അതേപടി തന്നെയാണ് ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇരു ടീമുകളും 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന കൊച്ചിയിലെ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യത ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ 22-ാം തീയതി അഥവാ ഞായറാഴ്ച രാത്രി 7:30 നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്വന്തം തട്ടകമായ കൊച്ചിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ഒരു ഹോം മത്സരം തന്നെയാണത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ആദ്യം എടുത്തു പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്ന് പോയ ജീക്സൺ സിംഗ് തനോജം തന്നെയാണ്. നമുക്കറിയാം, മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കൽപ്പിയ ഒരു താരമാണ് ജീക്സൺ സിംഗ് തനോജം. അതുകൊണ്ട് തന്നെ ആദ്യം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്നത് ഈ ഒരു താരം തന്നെയാണ്. ഇനി രണ്ടാമതായി എനിക്ക് എടുത്തു പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എക്കാലത്തും മിസ് ചെയ്യുന്ന അഥവാ ബ്ലാസ്റ്റേഴ്സ് എക്കാലത്തും വിട്ടുകൊടുത്തതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ഒരു താരമാണ്. അതെ, ദിമിത്രിയോസ് ഡാമാൻഡോസ് എന്ന ഗോൾഡൻ ബൂട്ട് വിന്നറാണ് അടുത്തതായി നമ്മൾ പേടിക്കേണ്ടത്. ദിമിയുടെ കാര്യം ഞാൻ പറയാണ്ട് തന്നെ നമ്മുടെ വ്യൂസിനും എല്ലാവർക്കും തന്നെ അറിയാം. ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അവ സംഭവിച്ചതിന് എല്ലാം പിറകിൽ ദിമിത്രിയോസ് ഡാമാൻഡോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിമിത്രിയോസ് ഡാമാൻഡോസിനെ തീർച്ചയായും നമ്മൾ പേടിക്കേണ്ടത് തന്നെയുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ തിരിച്ചടിയായി വരുന്നത്. കൂടാതെ തന്നെ ഇത് വളരെയധികം ആകാംക്ഷകരമായ ഒരു നിമിഷം തന്നെയാണ്. കാരണം ഇത്രയും നാളും കൊച്ചിയിൽ ആരാധകർക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ പന്ത് തട്ടിയ ഇരു താരങ്ങളും ഈ ഒരു സീസണിൽ മറ്റൊരു ജേഴ്സിയിൽ കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിൽ പന്ത് തട്ടുമ്പോൾ എന്തായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ റിയാക്ഷൻ എന്ന് ഏതായാലും നമുക്ക് നോക്കി കാണേണ്ടത് തന്നെയാണ്. ഇനി ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ എഫ്സിയും ഇത്രയും കാലം കളിച്ചു നിന്നുള്ള കുറച്ച് സ്റ്റാറ്റസുകൾ എടുത്തു പരിശോധിക്കാം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഈസ്റ്റ് ബംഗാൾ എഫ്സിയും ഇത്രയും കാലമായിട്ടും 8 മത്സരങ്ങളിലാണ് കൊമ്പ് കോർത്തിട്ടുള്ളത്. ഏതായാലും ഈ 8 മത്സരത്തിൽ 3 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിച്ചപ്പോൾ 2 മത്സരങ്ങളിൽ മാത്രമാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സി വിജയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ബാക്കി 3 മത്സരങ്ങൾ സമനിലയിലുമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും ഇരു ടീമുകളും ആ ഒരു മത്സരത്തിൽ അടിച്ചുകൂടിയ ഗോളുകളുടെ എണ്ണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ ഒരു 8 മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 11 ഗോളുകളാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ വലയിലേക്ക് ഉതിർത്തിട്ടുള്ളത്. അതേസമയം ഈസ്റ്റ് ബംഗാൾ എഫ്സി 10 ഗോളുകളും ഉതിർത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ എടുത്തു പറയേണ്ടതൊന്നുമില്ല, ഇരു ടീമുകളും ഏകദേശം ഈക്വൽ തന്നെയാണ്. ഏതായാലും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് ബംഗാളിനെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഭയക്കേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീക്സൺ സിംഗിന്റെയും ദിമിയുടെയും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഭയക്കേണ്ടത് തന്നെയാണ്. ഇനി ഏതായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരം അഥവാ ഇനി വരാൻ പോകുന്ന 22-ാം തീയതി നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് കിടക്കാം. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 4-3-3 എന്ന ഫോർമേഷൻ തന്നെയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4-3-3 എന്ന ഫോർമേഷനുള്ള ഒരു ലൈനപ്പാണ് നമ്മൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഏതായാലും ആദ്യം തന്നെ ഗോൾ കീപ്പറായി നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ വലക്കാക്കുവാൻ വേണ്ടി മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഇനി പ്രതിരോധ നിരയിലേക്ക് വരികയാണെങ്കിൽ മിലോസ് റിൻസിച്ച്, പ്രീതം കോട്ടാലി, ഐബൺ ഡോഹ്ലിംഗ്, സന്ദീപ് സിംഗ് എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. സെന്റർ ഡിഫൻഡേഴ്സുകളായിക്കൊണ്ട് പ്രീതം കോട്ടാലും മിലോസ് റിൻസിച്ചും അണിനിരക്കുമ്പോൾ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ ഐബൺ ഡോഹ്ലിംഗും ആദ്യ 11-ൽ ഇറങ്ങാനാണ് സാധ്യതയുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ എത്തിയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഷെഹീഫ് ആയിരുന്നു. ഏതായാലും ഷെഹീഫിനെ നമ്മൾ ഈ ഒരു ലൈനപ്പിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ പെനാൽറ്റിയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് ഷെഹീഫ് എന്ന ആ ഒരു താരം തന്നെയായിരുന്നു.
നമുക്ക് കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പെനാൾട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഷെഹീഫിനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കായൽ സ്റ്റെയറെ കയറ്റിയിട്ടുമുണ്ടായിരുന്നു, അഥവാ സബ്ബാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ അടുത്ത മത്സരത്തിലെ ആദ്യ 11-ൽ കൊണ്ടുവരാൻ യാതൊരു ചാൻസും നമ്മൾ കാണുന്നില്ല. ഇനി ഏതായാലും മിഡ്ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനൻ, ഫ്രെഡിയും അണിനിരക്കാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതേസമയം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് അവരോടൊപ്പം തൊട്ട് മുന്നിലായിക്കൊണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും അണിനിരക്കും. ഈ ഫോർവേഡ് നിര പരിശോധിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോവ സദോയും അതോടൊപ്പം റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് രാഹുൽ കെപിയും കളിക്കാനാണ് സാധ്യതയുള്ളത്. അവരോടൊപ്പം സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് ഗിമ്മിസും കളിക്കാൻ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ പെപ്ര ആയിരുന്നു സ്ട്രൈക്കറായി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെപ്ര ഈ ഒരു മത്സരത്തിൽ ആദ്യ 11-ൽ വരാൻ നമ്മൾ സാധ്യത ഒന്നും കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ മത്സരത്തിൽ തന്നെ ജീസസ് ഇറങ്ങുകയും ആ ഒരു മത്സരത്തിൽ തന്നെ ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീസസിന് നല്ല മതിപ്പുണ്ടാവും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്. അതുകൊണ്ട് തന്നെ ജീസസ് ആണ് ആദ്യ 11-ൽ വരാൻ സാധ്യതയുള്ളത്. ഇനി കൂടാതെ തന്നെ നോഹ സദോയെ എടുത്തു നോക്കുകയാണെങ്കിൽ നോഹ സദോയെ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യമൊക്കെ ലെഫ്റ്റ് വിങ്ങിൽ തന്നെയായിരുന്നു കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ താരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് വരുത്തിയെങ്കിലും ആ ഒരു പൊസിഷനിലും താരത്തിന് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നോവ സദോയെ നമ്മൾ ലെഫ്റ്റ് ആ ഒരു ഫോർവേഡ് പൊസിഷനിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ലൈനപ്പിൽ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ ലൈനപ്പും ആ ഒരു മത്സരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രീ മാച്ച് ടോക്കിൽ എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനലിൽ 14K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് നിലവിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കൂടി ആവശ്യമുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അനാലിസിസും അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.